നമസ്കാരം, ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ 2026 എന്ന ഭാഗ്യവർഷത്തിന്റെ സംഖ്യാശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകതകളും 2026 ഓരോ ജന്മസംഖ്യക്കാർക്കും എന്തെല്ലാം പ്രയോജനങ്ങൾ ചെയ്യും എന്നുള്ളതുമാണ് പരിശോധിക്കുന്നത്. അതായത് സംഖ്യാശാസ്ത്രപരമായിട്ടുള്ള സമ്പൂർണ്ണ പുതുവർഷ ഫലം. കഴിഞ്ഞ വർഷത്തെ ഞാൻ നടത്തിയ പ്രത്യേകമായിട്ടുള്ള പ്രവചനങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ഭവിച്ചിരുന്നു. അതായത് 2025 എന്നുള്ളത് ചൊവ്വയുടെ അതിവർഷമാണ്. അതായത് 2025ന്റെ ടോട്ടൽ എന്ന് പറയുന്നത് 9 ആണ്. 9 സംഖ്യാശാസ്ത്രപരമായിട്ട് ചൊവ്വയുടെ സംഖ്യയാണ്. 2025ന്റെ സ്ക്വയർ റൂട്ടും 45 ആണ്. ആ 4ഉം 5ഉം കൂടെ കൂട്ടുമ്പോൾ 9 ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ 2025 എന്നുള്ളത് ചൊവ്വയുടെ ഏറ്റവും മാരകമായിട്ടുള്ള വർഷമായിരിക്കുമെന്നും അതുകൊണ്ട് തന്നെ പല അനർത്ഥങ്ങളും യുദ്ധങ്ങളും അഗ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും വിമാന സ്ഫോടനങ്ങളും ഒക്കെ ഉണ്ടാകുമെന്ന് കൃത്യമായിട്ട് ഞാൻ 2025 തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നു. അതേപോലെ തന്നെ ആ വിഷയത്തിൽ സംഖ്യാശാസ്ത്രപരമായിട്ട് നമുക്ക് ഈ 2026 കൂടി ഒന്ന് ഇഴകീറി പരിശോധിച്ചു നോക്കാം. 2026 എന്നത് 2ഉം 2ഉം 4ഉം 6ഉം 10 ആണ്. 10 എന്നുള്ളത് 1 ആണ് ഭാഗ്യസംഖ്യ. അതായത് 2026 എന്ന വർഷത്തിന്റെ സംഖ്യ 1 ആണ്. 1 എന്നത് സൂര്യന്റെ സംഖ്യയാണ്. നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഏറ്റവും കേന്ദ്രസ്ഥാനമാണ് സൂര്യൻ. സൂര്യൻ പ്രകാശത്തിന്റെ അഗ്നിയുടെ ഒക്കെ ദേവതയാണ്. അതുകൊണ്ട് തന്നെ ചൊവ്വയ്ക്ക് സമാനമായിട്ടുള്ള ഫലങ്ങൾ 2026ലും പ്രതീക്ഷിക്കേണ്ടതാണ്. അന്തരീക്ഷത്തിൽ ചൂട് കൂടുകയും വേനൽ പല സ്ഥലങ്ങളിലും കനക്കുകയും ചെയ്യും. ആത്മകാരകനാണ്, ഏറ്റവും ശക്തിയുക്ത ഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ സംഖ്യാശാസ്ത്രപരമായിട്ടുള്ള വ്യക്തികൾക്കും രാശിപരമായിട്ടുള്ള വ്യക്തികൾക്കും ഒക്കെ വളരെയേറെ പ്രയോജനകരമാണ്. രാശി സംബന്ധമായിട്ടുള്ള ഒരു വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതാണ്. ഇവിടെ ചെറിയൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. അതായത് ചിങ്ങം രാശിയുടെ അധിപനാണ് സൂര്യൻ. ചിങ്ങക്കൂറിൽ ജനിച്ചവർക്ക് ഏറ്റവും നല്ലൊരു വർഷമായിരിക്കും 2026 എന്നുള്ളത്. ഇനി നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കേണ്ടത് സംഖ്യാശാസ്ത്രപരമായിട്ട് ഓരോ സംഖ്യക്കാർക്കും എന്തെല്ലാം ഫലങ്ങളെ ചെയ്യും എന്നുള്ളതാണ്. ആമുഖമായിട്ട് പറയട്ടെ, സൂര്യന്റെ വർഷമാണ്. അതുകൊണ്ട് തന്നെ 1-ാം തീയതി, 10-ാം തീയതി, 28-ാം തീയതി എന്നീ ദിവസങ്ങളിലൊക്കെ ജനിക്കുന്നവർക്ക് ജന്മസംഖ്യ 1 ആണ്. അവർക്ക് ഏറ്റവും നല്ലൊരു വർഷമായിരിക്കും 2026. അതിന്റെ കൂടുതൽ ഫലങ്ങൾ, എന്തെല്ലാം ഫലങ്ങൾ ചെയ്യും എന്നുള്ളത് പിന്നീട് നമുക്കൊരു വീഡിയോയിൽ ചെയ്യാം. ഇപ്പോൾ നമുക്ക് 1 മുതൽ 9 വരെയുള്ള ജന്മസംഖ്യ ആയിട്ടുള്ളവർക്ക് 2026 എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള പൊതുഫലത്തെയാണ് പറയുന്നത്. ആമുഖമായി ഇത്രയും കാര്യങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് ഈ വിഷയത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നേട്ടങ്ങളെല്ലാം ഒരു വഴിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന വർഷമായിരിക്കും 2026 എന്നുള്ളത്. ഭാഗ്യത്തിന്റെ പെരുമഴ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ആദിത്യന്റെ മന്ത്രം ജപിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോയെ മുന്നോട്ട് കൊണ്ടുപോകാം. ജപാ കുസുമ സങ്കാശം കാശ്യപേയം മഹാദ്യുതിം തമോരി സർവപാപഗ്നം പ്രണതോസ്മി ദിവാകരം. ആദിത്യ ഭഗവാനെ മനസ്സാ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഏവർക്കും ഈ വിഷയങ്ങളിലേക്ക് കടക്കാം. ആദ്യം തന്നെ 1 എന്ന ജന്മസംഖ്യയുള്ളവർക്ക്, അതായത് ഭാഗ്യസംഖ്യയുള്ളവരുടെ 2026 സമ്പൂർണ്ണ ഫലത്തെ പരിശോധിക്കാം. 1 എന്ന ജന്മസംഖ്യ എന്നാൽ 1-ാം തീയതി ജനിക്കുക, 10-ാം തീയതി ജനിക്കുക, 19-ാം തീയതി ജനിക്കുക, 28-ാം തീയതി ജനിക്കുക എന്നീ ദിവസങ്ങളിൽ ജനിക്കുന്നവർക്കാണ്. ഇവരുടെ ജന്മസംഖ്യ 1 ആണ്. കുടുംബജീവിതത്തിൽ വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു വർഷമാണ് 1 എന്ന ജന്മസംഖ്യയുള്ളവരെ സംബന്ധിച്ച്. കുടുംബപരമായി ഒരു പുതിയ പദ്ധതി ആരംഭിക്കാൻ ഏറ്റവും അനുകൂലമായിട്ടുള്ള വർഷമാണ്. വീടിന്റെ ക്രമീകരണങ്ങളിൽ മാറ്റം വരുത്താനോ ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. ബന്ധങ്ങളിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും അതൊന്നും ദീർഘകാലത്തിൽ ഒരു പ്രശ്നമായി മാറില്ല. അതൊക്കെ പരിഹരിക്കപ്പെടുന്നതാണ്. ആരോഗ്യപരമായി ഒരു സാധാരണ നില കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അമിതമായിട്ടുള്ള സമ്മർദ്ദം ഉണ്ടാകാം. അതുമൂലം തലവേദനയും രക്തസമ്മർദ്ദവും ഒക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ ആരോഗ്യം സംരക്ഷിക്കുക. സാമ്പത്തികമായി വരുമാനം വർദ്ധിക്കുന്നതാണ്. എന്നിരുന്നാലും അതേപോലെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ചെലവുകളും ഉണ്ടാകുന്നതാണ്. അതൊരു തരത്തിൽ ഭാവിയിലേക്കുള്ള സുരക്ഷയായി കരുതേണ്ടതാണ്. എന്നിരുന്നാലും നിക്ഷേപങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടെ ചെയ്യുക. ചെലവുകളൊക്കെ വളരെ ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യുക. സ്വർണ്ണ നിറവും ചുവപ്പുമാണ് 2026 1 എന്ന ജന്മസംഖ്യക്കാരുടെ ഭാഗ്യ നിറങ്ങൾ. 1, 3, 10, 19, 28 എന്നീ തീയതികളൊക്കെ അനുകൂല ദിവസങ്ങളാണ്. ഇനി നമുക്ക് 2 ജന്മസംഖ്യ അഥവാ ഭാഗ്യസംഖ്യ ആയിട്ടുള്ളവരുടെ
2026 സമ്പൂർണ്ണ ഫലത്തെ ഒന്ന് പരിശോധിക്കാം. 2 ജന്മസംഖ്യ എന്നാൽ 2-ാം തീയതി, 11-ാം തീയതി, 20, 29 എന്നീ ദിവസങ്ങളിൽ ജനിക്കുന്നവർക്കാണ്. ഇത് ചന്ദ്രന്റെ സംഖ്യയാണ്. 2026 കുടുംബ ബന്ധങ്ങൾ ഇവർക്ക് കൂടുതൽ ഊഷ്മളമാകുന്നതാണ്. പഴയ തെറ്റിദ്ധാരണകളൊക്കെ മാറി ആത്മബന്ധം കൂടുതലായി ദൃഢമാകുന്നതാണ്. വിവാഹം, ബന്ധം, പങ്കാളിത്തം എന്നീ കാര്യങ്ങളിലൊക്കെ വളരെ ദൃഢമായിട്ടുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും. ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ചില മാനസിക സമ്മർദ്ദങ്ങളും ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ വിശ്രമവും ധ്യാനവും അനിവാര്യമായിട്ടുള്ള ഒരു ജീവിതം ശരിയായി മാറ്റുക. സാമ്പത്തികമായി ധനലാഭത്തിനുള്ള വഴികൾ തുറന്നു കിട്ടുന്നതാണ്. എന്നാൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ചില വൈകല്യങ്ങളും ഉണ്ടായേക്കാം. പങ്കാളിത്ത ബിസിനസ് ഒക്കെ ചെയ്യുന്നവർക്ക് ലാഭകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നതാണ്. 2026 2 എന്ന ജന്മസംഖ്യയുള്ളവർക്ക് ഭാഗ്യ നിറങ്ങൾ വെളുപ്പ്, ഇളം നീല എന്നീ നിറങ്ങളാണ്. ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും പ്രധാന സ്ഥാപനങ്ങളിലും സ്ഥലങ്ങളിലും ഒക്കെ നിറങ്ങൾ മാറ്റുന്നതും ഒക്കെ ഏറ്റവും അനുകൂലമായ ഫലത്തെ തരും. 2, 7, 11, 20, 29 എന്നീ തീയതികളൊക്കെ അനുകൂല ദിവസങ്ങളാണ്. ഇനി നമുക്ക് 3 ജന്മസംഖ്യയായിട്ടുള്ളവരുടെ 2026 പൊതുഫലത്തെ നോക്കാം. 3 ജന്മസംഖ്യ എന്നാൽ 3-ാം തീയതി, 12-ാം തീയതി, 21-ാം തീയതി, 30-ാം തീയതി എന്നീ ദിവസങ്ങളിൽ ജനിക്കുന്നവരാണ്. 3 ജന്മസംഖ്യ എന്നാൽ 3 ജന്മസംഖ്യ അഥവാ ഭാഗ്യസംഖ്യ. 2026 3 ജന്മസംഖ്യയുള്ളവർക്ക് കുടുംബ ബന്ധങ്ങളിൽ സജീവതയും സന്തോഷവും ലഭിക്കുന്നതാണ്. കുടുംബ സംഗമങ്ങൾ, ഒരുമിച്ച് യാത്രകൾ, ആഘോഷങ്ങൾ എന്നിവയ്ക്കൊക്കെയുള്ള സാഹചര്യങ്ങൾ കുടുംബപരമായിട്ട് ലഭിക്കുന്നതാണ്. ആരോഗ്യം ഇവർക്ക് സാധാരണ നിലയിലായിരിക്കും. എന്നാൽ അമിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മൂലം ക്ഷീണം അനുഭവപ്പെട്ടേക്കാം. സാമ്പത്തിക നിലയിലൊക്കെ വരുമാനങ്ങൾ ഉയരുന്നതാണ്. എന്നിരുന്നാലും ചെലവുകൾ വർദ്ധിക്കാൻ സാഹചര്യമുള്ളതുകൊണ്ട് തന്നെ ചെലവുകളൊക്കെ ഒന്ന് നിയന്ത്രിക്കുക. വിദ്യാർത്ഥികളായിട്ടുള്ള 3 ജന്മസംഖ്യയുള്ളവർക്ക് പഠനകാര്യത്തിൽ മികച്ച വർഷമാണ്. അതുകൊണ്ട് തന്നെ അത് പ്രയോജനപ്പെടുത്തുക. 3 ജന്മസംഖ്യയായിട്ടുള്ളവർക്ക് 2026 ഭാഗ്യ നിറം മഞ്ഞയും ഓറഞ്ചുമാണ്. അനുകൂലമായിട്ടുള്ള തീയതികൾ 3, 6, 12, 21, 30 എന്നീ തീയതികളാണ്. ഇനി നമുക്ക് 4 ജന്മസംഖ്യ അഥവാ ഭാഗ്യസംഖ്യ ആയിട്ടുള്ളവരുടെ 2026 സമ്പൂർണ്ണ ഫലത്തെ പറയാം. 4 ജന്മസംഖ്യ എന്നാൽ 4-ാം തീയതി, 13-ാം തീയതി, 22-ാം തീയതി, 31-ാം തീയതി എന്നീ ദിവസങ്ങളിൽ ജനിക്കുന്നവർക്കാണ്. ഇവരുടെ കുടുംബജീവിതം 2026 ശാന്തമായിരിക്കും. എന്നാൽ വീട് സംബന്ധമായി ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുന്നതാണ്. പല കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ടതായിട്ട് വരും. മാതാപിതാക്കളെ ചിലപ്പോൾ പരിചരിക്കേണ്ടതായിട്ടും വരും. വീടുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ തീരുമാനം ആവശ്യമായി വന്നേക്കാം. ആരോഗ്യപരമായി ചില ശരീര ദൗർബല്യവും പുറം വേദന പോലെയുള്ള പ്രശ്നങ്ങളും അലട്ടിയേക്കാം. എന്നിരുന്നാലും സാമ്പത്തികമായി നല്ല സ്ഥിരത കൈവരിക്കാൻ സാധിക്കും. പുതിയ നിക്ഷേപങ്ങളൊക്കെ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചിന്തിച്ച് മാത്രം നിക്ഷേപിക്കുക. കടങ്ങളെല്ലാം തീർക്കാനുള്ള നല്ല നല്ല അവസരങ്ങൾ ഉണ്ടാകും. 4 ജന്മസംഖ്യയായിട്ടുള്ളവർക്ക് 2026 ഭാഗ്യ നിറങ്ങൾ ചാരനിറവും കടും നീല നിറവുമാണ്. പ്രധാന ദിവസങ്ങളിൽ ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഭാഗ്യസംഖ്യകൾ 4, 8, 13, 22, 31 എന്നീ ദിവസങ്ങളാണ്. ഇനി നമുക്ക് 5 ഭാഗ്യസംഖ്യ അഥവാ ജന്മസംഖ്യ ആയിട്ടുള്ളവരുടെ 2026 സമ്പൂർണ്ണ ഫലത്തെ പരിശോധിക്കാം. 5 ജന്മസംഖ്യ എന്നാൽ 5-ാം തീയതി, 14-ാം തീയതി, 23-ാം തീയതി എന്നീ ദിവസങ്ങളിൽ ജനിക്കുന്നവർക്കാണ്. 2026 5 ജന്മസംഖ്യയുള്ളവർക്ക് കുടുംബജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. സ്ഥലം മാറ്റം, യാത്രകൾ, പുതിയ വീട്ടിലേക്കുള്ള മാറ്റം എന്നിവയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ബന്ധങ്ങളിലൊക്കെ ഒരു ചലനാത്മകതയും പുതുമയും ഉണ്ടായേക്കാം. ആരോഗ്യകാര്യത്തിൽ അമിതമായിട്ടുള്ള ദേഹ അധ്വാനം മൂലം ക്ഷീണമോ ആരോഗ്യ പ്രശ്നങ്ങളോ ഉണ്ടായേക്കാം. അത്തരം കാര്യങ്ങളൊക്കെ മതിയായ രീതിയിൽ വിശ്രമം എടുക്കുക. സാമ്പത്തികമായി 5 ജന്മസംഖ്യക്കാർക്ക് ഈ വർഷം ശക്തമാണ്. വരുമാനം ഉയരുന്നതാണ്. പുതിയ വരുമാന മാർഗങ്ങളൊക്കെ തുറന്നു കിട്ടുന്നതാണ്. എന്നാൽ ചിലവുകളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ചിലവുകൾക്ക് നിയന്ത്രണം കൊണ്ടുവരിക. 5 ജന്മസംഖ്യ ആയിട്ടുള്ളവർക്ക് പച്ച നിറമാണ് ഏറ്റവും അനുകൂലം. വെള്ളി ആഭരണങ്ങൾ ധരിക്കുന്നതും വെള്ളി നിറത്തിലുള്ള വസ്ത്രങ്ങളും ഒക്കെ ധരിക്കുന്നതും 2026 5 ജന്മസംഖ്യക്കാർക്ക് കൂടുതൽ ഗുണഫലത്തെ നൽകും. 5, 9, 14, 23 എന്നീ ദിവസങ്ങളൊക്കെ 5 ജന്മസംഖ്യക്കാർക്ക് 2026 അനുകൂല ദിവസങ്ങളാണ്. ഇനി നമുക്ക് 6 ജന്മസംഖ്യ ആയിട്ടുള്ളവരുടെ 2026 സമ്പൂർണ്ണ ഫലത്തെ നോക്കാം. 6 ജന്മസംഖ്യ എന്നാൽ 6-ാം തീയതി, 15-ാം തീയതി, 24-ാം തീയതി എന്നീ ദിവസങ്ങളിൽ ജനിക്കുന്നവരാണ് 6 ജന്മസംഖ്യക്കാർ അഥവാ 6 ഭാഗ്യസംഖ്യ. കുടുംബജീവിതത്തെ സംബന്ധിച്ച് 6 ജന്മസംഖ്യക്കാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ട്
അനുകൂലമായിട്ടുള്ള വർഷമാണ്. കുടുംബാംഗങ്ങളുമായി ബന്ധം പുതുക്കൽ, സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ, കുടുംബത്തിൽ വിവാഹ മംഗളാദി കാര്യങ്ങൾ, പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുക എന്നിവയ്ക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള വർഷമാണ് 2026. ആരോഗ്യപരമായി ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം, എന്നിരുന്നാലും മറ്റു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാകില്ല. സാമ്പത്തികമായി നല്ല പുരോഗതിയും സ്ഥിരതയും ലഭിക്കുന്ന വർഷമാണ്. വീട്ടിലെ ചെലവുകളൊക്കെ വർദ്ധിച്ചേക്കാം, എന്നിരുന്നാലും വരുമാനം അതിനനുസരിച്ച് വർദ്ധിക്കുന്നതുമാണ്. പിങ്കും ക്രീം കളറുമാണ് 2026 6 ജന്മസംഖ്യക്കാരുടെ ഭാഗ്യ നിറങ്ങൾ. വിശേഷ ദിവസങ്ങളിൽ ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. 6, 15, 24 എന്നീ തീയതികളാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസങ്ങൾ. ഇനി നമുക്ക് 7 ജന്മസംഖ്യയായിട്ടുള്ളവരുടെ 2026 സമ്പൂർണ്ണ ഫലത്തെ ഒന്ന് നോക്കാം. 7 ജന്മസംഖ്യ എന്നാൽ 7, 16, 25 എന്നീ ദിവസങ്ങളിൽ ജനിക്കുന്നവർക്കാണ് 7 ജന്മസംഖ്യ ആകുക, അതായത് 7 ഭാഗ്യസംഖ്യ. 2026 7 ജന്മസംഖ്യക്കാർക്ക് കുടുംബജീവിതത്തിൽ അല്പം സ്വല്പമൊക്കെ വിരക്തി ഉണ്ടായേക്കാം, ഒരു അകൽച്ചയും ഉണ്ടായേക്കാം. 2026 7 ജന്മസംഖ്യക്കാരെ കുറിച്ച് മറ്റുള്ളവർ തെറ്റിദ്ധാരണ ഉണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ വാക്കുകളിലും പ്രവൃത്തിയിലും ഒക്കെ വളരെ ശ്രദ്ധ വേണം, ജാഗ്രത വേണം. ആരോഗ്യപരമായും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം. ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉറക്കക്കുറവ്, മാനസിക ക്ഷീണം എന്നിവയും ഉണ്ടാകാം. സാമ്പത്തിക കാര്യങ്ങൾ മന്ദഗതിയിലാകാം. വലിയ വലിയ നിക്ഷേപങ്ങളൊക്കെ ചെയ്യുന്നത് ഒഴിവാക്കേണ്ട വർഷമാണ്. എന്നാൽ വർഷാവസാനത്തിൽ സാമ്പത്തികമായി പുരോഗതിയും ഉണ്ടാകാം. വയലറ്റ്, നേവി ബ്ലൂ എന്നീ നിറങ്ങളാണ് 2026 7 ഭാഗ്യസംഖ്യയായിട്ടുള്ളവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള നിറങ്ങൾ. വിശേഷ ദിവസങ്ങളിൽ ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. 7, 16, 25 എന്നീ ദിവസങ്ങളൊക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ദിവസങ്ങളാണ്. ഇനി നമുക്ക് 2026 8 ജന്മസംഖ്യ അഥവാ ഭാഗ്യസംഖ്യ ഉള്ളവരുടെ സമ്പൂർണ്ണ ഫലത്തെ നോക്കാം. 8 ജന്മസംഖ്യ എന്നാൽ 8-ാം തീയതി, 17-ാം തീയതി, 26-ാം തീയതി എന്നീ ദിവസങ്ങളിലൊക്കെ ജനിക്കുന്നവരാണ്. കുടുംബജീവിതത്തിൽ ഉത്തരവാദിത്വം വർദ്ധിക്കുന്നതാണ്. അതേപോലെ തന്നെ കുടുംബജീവിത കാര്യങ്ങളിൽ നിയന്ത്രണവും ഇവർക്കുണ്ടാകുന്നതാണ്. ചിലപ്പോഴൊക്കെ കഠിനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ട സാഹചര്യങ്ങളും വന്നേക്കാം. ആരോഗ്യകാര്യങ്ങളിൽ നീണ്ടു നിൽക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളെയൊക്കെ അവഗണിക്കാതിരിക്കുക, ശ്രദ്ധിക്കുക. സാമ്പത്തികമായി നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള വർഷമാണ്. എന്നാൽ അതേപോലെ തന്നെ നഷ്ടങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട്. അതുകൊണ്ട് തന്നെ കരുതൽ എടുക്കുക. മുൻപ് നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങൾ മൂലം നല്ല നേട്ടങ്ങൾ ഉണ്ടായേക്കാം. എന്നിരുന്നാലും കരാർ പ്രവർത്തനങ്ങളിലൊക്കെ വളരെ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഡാർക്ക് ഗ്രേ, കറുപ്പ് എന്നീ നിറങ്ങളാണ് 2026 8 ജന്മസംഖ്യയായിട്ടുള്ളവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള നിറങ്ങൾ. വിശേഷ അവസരങ്ങളിൽ ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. ഇനി നമുക്ക് 2026 9 ജന്മസംഖ്യ അഥവാ ഭാഗ്യസംഖ്യയായിട്ടുള്ളവരുടെ സമ്പൂർണ്ണ ഫലത്തെ നോക്കാം. 9 ജന്മസംഖ്യ എന്നാൽ 9-ാം തീയതി, 18-ാം തീയതി, 27-ാം തീയതി എന്നീ ദിവസങ്ങളിൽ ജനിക്കുന്നവരാണ്. 2026 9 ജന്മസംഖ്യയായിട്ടുള്ളവർക്ക് വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നതാണ്. ചില ബന്ധങ്ങളൊക്കെ അവസാനിക്കപ്പെട്ടേക്കാം, ചില ബന്ധങ്ങളൊക്കെ പുതുതായിട്ട് സൃഷ്ടിക്കപ്പെട്ടേക്കാം. ആത്മീയ കാര്യങ്ങളിൽ അല്പം വളർച്ചയും അനുകൂല ഫലങ്ങളും ഉണ്ടാകും. അത് കുടുംബകാര്യത്തിലുള്ള ശ്രദ്ധക്കുറവിനും കാരണമായേക്കാം. ഒരുപക്ഷെ കുടുംബത്തിലെ ചില സമ്മർദ്ദങ്ങളെ ലഘൂകരിക്കാൻ ഈ ആത്മീയമായിട്ടുള്ള ശ്രദ്ധ ഉത്തമമായി വന്നേക്കാം. ആരോഗ്യപരമായി ശരീരത്തിന്റെ ശക്തി അല്പം കുറയുന്നതായി അനുഭവപ്പെട്ടേക്കാം. സാമ്പത്തികമായി പഴയ കടങ്ങളൊക്കെ വീട്ടാനുള്ള ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താനും അത് പ്രയോഗത്തിൽ കൊണ്ടുവരാനും ഒക്കെ സാധിക്കുന്നതാണ്. ലാഭകരമായി ചില പദ്ധതികളൊക്കെ ആരംഭിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. മറൂൺ നിറവും ചുവപ്പ് നിറവുമാണ് 2026 9 ജന്മസംഖ്യയായിട്ടുള്ളവരുടെ ഭാഗ്യ നിറങ്ങൾ. വിശേഷ അവസരങ്ങളിൽ ഈ നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുക. 9, 18, 27 എന്നീ ദിവസങ്ങളാണ് 9 ജന്മസംഖ്യയായിട്ടുള്ളവർക്ക് ഭാഗ്യ ദിവസങ്ങൾ. 1 മുതൽ 9 വരെയുള്ള ഭാഗ്യസംഖ്യകളായിട്ടുള്ളവരുടെ 2026 സമ്പൂർണ്ണ ഫലമാണ് പറഞ്ഞത്. മുമ്പ് പറഞ്ഞ പോലെ തന്നെ 2026 എന്നുള്ളത് സൂര്യന്റെ വർഷമാണ്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും സംഭവിക്കും. അത്തരത്തിലുള്ള വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ പിന്നീട് വീഡിയോകൾ ചെയ്യുന്നതാണ്. ഇത്തരത്തിലുള്ള നല്ല നല്ല അറിവുകൾ ലഭിക്കാനായിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്തു വെക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്കും ഈ അറിവുകൾ ലഭിക്കുന്നതിന് ഷെയർ ചെയ്തു കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് എനിക്ക് ഏറ്റവും വലിയ പ്രചോദനം. നിങ്ങളുടെ പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ ഇതുപോലെ നല്ല നല്ല വിശേഷങ്ങളുമായി നമുക്ക് കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.